പാകിസ്ഥാൻ പരക്കം പാഞ്ഞ് നടത്തിയ അല്ലെങ്കിൽ വെപ്രാളപ്പെട്ട് നടത്തിയതാണ് ഈ രക്ഷപ്പെടാനുള്ള ദൗത്യം. അങ്ങനെയാണ് ഈ വെടിനിർത്തലിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ മറുപടി ഇനിയും ഇതുപോലെയായിരിക്കുമെന്ന് ഉറപ്പാക്കുകയാണല്ലോ പ്രധാനമന്ത്രി. ഒരു കാര്യമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് പാകിസ്ഥാനെ ഞങ്ങൾ നിരീക്ഷിച്ചു വരുന്നു, സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നുള്ളൊരു വാക്കാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പാകിസ്ഥാനാകട്ടെ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു DGMOയുടെ തരത്തിൽ നിന്നുള്ള ഒരു ടെലിഫോൺ കോൾ തന്നെയാണ് ഈ ചർച്ചയ്ക്ക് വഴിവെച്ചത് എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദത്തെ പൂർണ്ണമായും മോദി പരോക്ഷമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് വെപ്രാളപ്പെട്ട് പാകിസ്ഥാൻ പാഞ്ഞു നടന്ന് ലോകരാഷ്ട്രങ്ങളോട് കെഞ്ചുകയായിരുന്നു. ഒടുവിൽ പാകിസ്ഥാൻ DGMO വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത് എന്നും പ്രധാനമന്ത്രി പറയുന്നു. തൽക്കാലത്തേക്ക് നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. ഈ ആണവായുധങ്ങൾ വെച്ചുള്ള വിലപേശൽ, അത് വെച്ചുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇനി നടക്കില്ല എന്ന് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി തന്നെ പാകിസ്ഥാനെ അറിയിക്കുന്നു. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവ നിരീക്ഷിച്ചു വരികയാണ് പാകിസ്ഥാന്റെ നടപടികൾ. ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളോടാണ്. പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ചർച്ചയ്ക്ക് ഒരു നിഷ്പക്ഷ രാഷ്ട്രത്തിൽ ഉണ്ടാകുമെന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയ്ക്കുള്ള മറുപടിയാണത്. ലോകരാഷ്ട്രങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അത് ആരംഭിച്ചത്. അത് പറഞ്ഞത് ഇതാണ്: പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ഈ ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചായിരിക്കും. പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പാക് അധീന കാശ്മീരിനെ കുറിച്ചായിരിക്കും. മറ്റൊരു ചർച്ചയും പാകിസ്ഥാനുമായി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന ലോകത്തോട് വളരെ കൃത്യമായി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 8 മണിക്കാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേര് മാത്രമായിരുന്നില്ല. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നെറ്റിയിൽ നിന്നും തുടച്ചു നീക്കിയ സിന്ദൂരത്തിനുള്ള ആ പകരം ചോദിക്കൽ തന്നെയായിരുന്നു ഇത് തന്നെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ നടത്തിയത് വെറും വെപ്രാളത്തോടു കൂടിയുള്ള നീക്കങ്ങൾ മാത്രമാണ്. ഇന്ത്യയുടെ ജനവാസ മേഖലയും സ്കൂളുകളെയും കോളേജുകളെയും ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. അതിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി കൃത്യമായും വ്യോമസേന താവളങ്ങൾ തന്നെയായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിനു മുമ്പ് ഭീകരരുടെ ക്യാമ്പുകൾ ആണ് ആക്രമിച്ചത്. ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു വാക്കാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചത്. അതായത് ഭീകരപ്രവർത്തനങ്ങളുടെ ആഗോള സർവകലാശാലകളായിരുന്നു ബഹാവൽപൂരിലും മുറിദ്കയിലുമുള്ളത്. അത് ഞങ്ങൾ തകർത്തു എന്ന് ഞങ്ങൾ ലോകത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ പിന്തുണയാണ് നടക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആ ഭീകരപ്രവർത്തനങ്ങൾ തടയാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ ഒടുവിൽ ഈ ഭീകരത പാകിസ്ഥാനെ വിഴുങ്ങുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദിവിഷ്, വസന്ത് പ്രധാനമായിട്ടും പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, ഒപ്പം ഭീകരവാദത്തിന്റെയും യുഗമല്ല. ഭീകരവാദവുമായി ആര് വന്നാലും സമാധാനം കാംക്ഷിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യയുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്ന ആർക്കും ഇനി ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം സീറോ ടോളറൻസ് എന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ നമ്മുടെ സേനകളുടെ സംയുക്ത വാർത്താ ബ്രീഫിംഗിലും. ഇതൊരു ശിക്ഷാ നടപടി എന്ന നിലയ്ക്ക് തന്നെയുള്ള തിരിച്ചടി. നേരത്തെ ഒന്നടിച്ചാൽ ഒന്നെന്നെങ്കിൽ ഇന്ന് ഒന്നടിച്ചാൽ 2 അടിക്കും എന്നുകൂടി വ്യക്തമാക്കിയാണ് നേരത്തെ സൈന്യവും ഇപ്പോൾ പ്രധാനമന്ത്രി. ദ്വിഷ, പ്രധാനമന്ത്രി വളരെ കൃത്യമായി ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചട്ടം കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യ പ്രതികരിക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതികരണം എന്ന് പറയുന്നത് കൃത്യമായിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അവിടെ നിങ്ങൾ ഈ പറയുന്ന ആണവായുധ ഭീഷണിയോ ഒന്നും ഞങ്ങൾ വകവയ്ക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയായിരുന്നാലും കയറി അടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് ഏത് രാജ്യമെന്ന് പോലും ഞങ്ങൾ നോക്കില്ല, എവിടെയാണ് എന്ന് പോലും നോക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് കർക്കശമായി തന്നെ തിരിച്ചടിക്കും. അതൊരു യുദ്ധ സമാനമായ സാഹചര്യം എന്നുള്ള വിലയിരുത്തൽ തന്നെയായിരിക്കും ഞങ്ങൾക്കുള്ളത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഏത് രാജ്യമെന്നൊന്നും നോക്കില്ല, ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു അവകാശം നിങ്ങൾക്ക് ലഭിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾ നോക്കില്ല.
കയറി അടിച്ചിരിക്കും അല്ലെങ്കിൽ തിരിച്ചടിച്ചിരിക്കും എന്നുള്ള ആ ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. നേരത്തെ ദിവിഷ് പറഞ്ഞ പോലെ ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ഭീകരപ്രവർത്തനങ്ങളുടെയും ഭീകരതയുടെയും യുഗം കൂടിയല്ല എന്നുള്ളത് പറഞ്ഞു. എല്ലാവർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങണം, ഇന്ത്യക്കും സമാധാനം തന്നെയാണ് ആവശ്യം, അതിനനുസരിച്ചുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരു പുതിയ നയം തന്നെയാണ് പ്രധാനമന്ത്രി ഭീകരതയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഭീകരപ്രവർത്തനങ്ങൾ ഇനി ഉണ്ടായാൽ, ഭാവിയിൽ എന്തെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായിരിക്കും. അത് കൃത്യമായി തന്നെ തിരിച്ച് വളരെ ഡെസിസീവായിട്ടുള്ള ഒരു നടപടി തന്നെയായിരിക്കും ആ കാര്യത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഇനി ആണവായുധ ഭീഷണിയൊന്നും ഞങ്ങളുടെ നേരെ പ്രയോഗിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കുള്ള സന്ദേശം കൂടിയാണ്. ലോകരാഷ്ട്രങ്ങൾ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉന്നയിച്ചതെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിച്ചതെങ്കിലും അത് അമേരിക്കയ്ക്കുള്ള സന്ദേശം തന്നെയാണ്. ഞങ്ങൾക്ക് ഇനി ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പാകിസ്ഥാനുമായി ഭീകരപ്രവർത്തനങ്ങളുടെ കാര്യത്തിലും അതോടൊപ്പം പാക് അധീന കാശ്മീരിൻ്റെയും കാര്യത്തിൽ മാത്രമായിരിക്കും. മറ്റൊരു വിഷയത്തിലും ആ ഒരു ചർച്ച ഇനി ഉണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി പ്രധാനമന്ത്രി പറയുമ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ തന്നെയാണ് പൂർണ്ണമായും പ്രധാനമന്ത്രി തള്ളിക്കളയുന്നത്. കഴിഞ്ഞ ദിവസം മാർക്ക് റൂബിയോ ആണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതായത് 48 മണിക്കൂർ ഞങ്ങൾ പാടുപെട്ടുണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കരാറാണിത്. മാത്രമല്ല ഇനി മിച്ചമുള്ള വിഷയങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരു നിഷ്പക്ഷ രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു മൂന്നാം രാജ്യത്തിൽ ചർച്ച ചെയ്ത് തീർക്കുമെന്ന് പറയുന്നു. ആ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും പറഞ്ഞു കശ്മീർ കാര്യത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നുള്ളത്. അതും പൂർണ്ണമായി തള്ളിക്കളയുന്നു. ഇനി ഒരു ചർച്ചയില്ല. 2 കാര്യങ്ങൾ മാത്രം. ഒന്ന് ഭീകരപ്രവർത്തനങ്ങൾ, 2 പാക് അധീന കാശ്മീർ. ഈ 2 വിഷയങ്ങളിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ഇനി പാകിസ്ഥാനുമായി ചർച്ചയില്ല. മാത്രമല്ല ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2 വെള്ളവും ചോരയും ജലവും ചോരയും ഒന്നിച്ചൊഴുകില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്.